മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ശരത് പവാറിന്റെ അത്താഴക്ഷണം നിരസിച്ച് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും തിരക്കാണ് കാരണമായി ഇരുവരും ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ക്ഷണിച്ചതിലൂടെ രാഷ്ട്രീയ ചാണക്യൻ തുറന്നുകാട്ടിയത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങളാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ ബാരാമതിയിലെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കില്ലെന്ന് ഏക്നാഥ് ഷിൻഡെയും ദേവേന്ദ്ര ഫട്നാവിസും. മാർച്ച് 2-നാണ് മുഖ്യമന്ത്രിയെയും അനന്തരവൻ അജിത് പവാർ ഉൾപ്പെടെയുള്ള ഉപമുഖ്യമന്ത്രിമാരെയും വിരുന്നിനായി പ്രതിപക്ഷ നേതാവ് ക്ഷണിച്ചിരുന്നത്. തിരക്കാണ് കാരണമായി ഇരുവരും ചൂണ്ടിക്കാട്ടിയത്. പിന്നീട് ഒരിക്കലാകാമെന്നും ഷിൻഡെയും ഫട്നാവിസും ശരത് പവാറിന് മറുപടി നൽകി. മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിമാരും ഇന്ന് ശരത് പവാറിന്റെ തട്ടകമായ ബാരാമതിയിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ശരത് പവാർ അധ്യക്ഷനായ ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജിലാണ് ചടങ്ങ് നടക്കുന്നത്. എന്നാൽ പവാറിനെ ക്ഷണിച്ചിട്ടില്ല. അതേസമയം ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേക്കും സമീപ മണ്ഡലങ്ങളിലെ മറ്റ് ജനപ്രതിനിധികൾക്കും ക്ഷണമുണ്ട്. മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിമാരെയും അത്താഴത്തിന് ക്ഷണിച്ചതിലൂടെ തനിക്കുണ്ടായ അവഗണന പുറത്തറിയിക്കാൻ പവാറിന് കഴിഞ്ഞെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഹിത കരാറിൽ ധാരണയായി. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗം സംസ്ഥാനത്തെ 48 സീറ്റുകളിൽ 20 മത്സരിക്കും. കോൺഗ്രസ് 18-ലും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP 10-ഇടത്തും സ്ഥാനാർത്ഥികളെ നിർത്തും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.